എന്ത് കാര്യം നീ ചെയ്യുമ്പോഴും 2 ചാൻസ് ഉണ്ട്, സക്സസ് ഓർ ഫെയിലിയർ. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് രണ്ടും ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഈ ഫെയിലിയർ ഫേസ് ചെയ്യുമെങ്കിൽ മാത്രം അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പ്രണയിച്ച് വിഷമിച്ചൊക്കെ വരുമ്പോൾ ഞാനിതാണ് പറഞ്ഞു കൊടുക്കാറ്, ഇപ്പം പറഞ്ഞത് തന്നെ, നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട് ഈ ലോകത്ത്. ഇയാളല്ല, നമുക്ക് ഇതിനേക്കാൾ നല്ല ഒരാൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. നമ്മൾ പലപ്പോഴും ഇതിലേക്ക് ചുരുങ്ങി നിൽക്കല്ലേ ഇപ്പോൾ. വൈഡർ വേൾഡ് ഉണ്ട് ഇവിടെ. എനിക്ക് സന്തോഷം തരാത്ത ഒരു ഗ്രൂപ്പിലൊന്നും ഞാനങ്ങനെ പോവാറില്ല. കാരണം ഒരുപാട് ചോയ്സ് ഇല്ലേ നമുക്ക്. നമ്മളെ പരിഗണിക്കുന്ന, നമ്മളെ ബഹുമാനിക്കുന്ന ആളുകളുടെ കൂടെ ആയിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആവും. അല്ലാതെ നമ്മളെ അവഗണിക്കുന്ന, അതുകൊണ്ട് അവഗണന ഒരു പ്രശ്നമല്ല. നമ്മളെ താല്പര്യമില്ലാത്ത ആളുകളുടെ പുറകെ നടക്കുന്നതിനേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാളോട് നമുക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതാണ് അവിടെ അത് സക്സസ്ഫുൾ റിലേഷൻഷിപ്പായിട്ട് മാറുന്നത്. വാശിയോടുകൂടി പുറകെ നടന്ന് ഇഷ്ടം സമ്പാദിച്ച് നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റായി പോകും. നമ്മുടെ പ്രൊഡക്റ്റീവ് ടൈം അല്ലേ. എന്ത് കാര്യമായിരിക്കണം. അഭിപ്രായ വ്യത്യാസം ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ നമ്മൾ കൂടുതൽ ബഹുമാനിക്കണം. അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. വേറൊരു അഭിപ്രായം പറയുമ്പോൾ ഹീസ് കോൺട്രിബ്യൂട്ടിങ് മോർ. അല്ലാതെ ചില ആളുകളുണ്ടല്ലോ, ആരെന്ത് പറഞ്ഞാലും ഒരു അഭിപ്രായവും ഇല്ല, എല്ലാത്തിനും എഗ്രീയിങ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ പേടിയാണ്. ചിലപ്പോൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്താക്കുക. അപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ലോകം വിശാലമാണ്. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായാൽ മതി. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. ഹലോ, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് കണ്ട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. മഹാരാജാസ് കോളേജിലെ ഫോമർ പ്രിൻസിപ്പളാണ്, വെൽ നോൺ മോട്ടിവേഷണൽ സ്പീക്കറാണ്, ലൈഫ് സ്കിൽസ് കോച്ചാണ്. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഡോക്ടർ മേരി മെറ്റിൽഡയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഹായ് മാം, വെൽക്കം ടു ദ ഷോ. നമ്മൾ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. മാമിൻ്റെ വീഡിയോസ് കാണാറുള്ള ഒരാളാണ്. നമ്മൾക്ക് വീഡിയോസ് കാണുമ്പോൾ കുറേ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്, ബട്ട് ചിലർ സംസാരിക്കാൻ നമുക്ക് അടുത്തറിയുന്ന ഒരാൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു തരുന്ന പോലെ തോന്നും. എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് മാമിൻ്റെ വീഡിയോസ് കാണുമ്പോൾ. എന്ന് വെച്ചാൽ നീ ഇങ്ങനെ ചെയ്താൽ നിൻ്റെ ലൈഫിൽ നിനക്ക് കുറച്ചുകൂടി ഹാപ്പിനെസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരാളാണ് എനിക്ക് മാം. സോ അതുകൊണ്ട് ഒരുപാട് സന്തോഷം ആദ്യം തന്നെ. ഓക്കെ, എനിക്ക് വളരെ സന്തോഷം. അപ്പൊ നമ്മൾ വളരെ ഫെമിലിയർ ആണല്ലേ. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ട പോലെ എനിക്കും ഫീൽ ചെയ്യണം. നേരത്തെ അറിയാവുന്ന അതാണ് ഞാൻ നേരത്തെ എനിക്ക് മാമിനെ ഇപ്പോഴും ഫെമിലിയർ ആയിട്ട് തന്നെ തോന്നുന്നു മാമിന്റെ വീഡിയോസ് കണ്ടിട്ട്. അതുകൊണ്ട് ഒത്തിരി സന്തോഷം ആദ്യം തന്നെ. വീഡിയോ കാണുന്നവരെ കാണുമ്പോഴേ അത് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആണ്. നമ്മളറിയാത്ത എന്റെ ഫേസിലില്ല എക്സൈറ്റ്മെന്റ്. അതെ അതെ, എന്റെ ഫേസിലും കാണും. എന്നേക്കാൾ എക്സൈറ്റ്മെന്റ് ആക്ച്വലി ഞാൻ മാമിന് ഇന്റർവ്യൂ എടുക്കാൻ പറയുന്നത് എന്റെ മമ്മിക്കായിരുന്നു. ബിക്കോസ് മമ്മി ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. സോ മമ്മി സ്റ്റിച്ച് ചെയ്യും. മമ്മി സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ മാമിന്റെ വീഡിയോസ് കേട്ടോണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ മാം ലോൺലിനെസിനെ പറ്റി പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മമ്മിയുടെ അടുത്തേക്ക് മമ്മി കാണിച്ചെടുത്തേക്ക് കണ്ണാ നിങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്, ഇതൊക്കെ കേട്ട് പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് അത്രയും ഫെമിലിയർ ആണ് മാമിന്റെ കാര്യം. ഞാൻ ജോഷ് ടോക്സ് കേട്ടിട്ടുണ്ട് മാമിന്റെ. സോ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. മാം, സെന്റ് തെരേസാസ് കോളേജിൽ പണ്ട് അവിടെ ഫ്രണ്ടിൽ നിൽക്കാൻ നേരത്ത് കുറേ പേര് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച് പോയപ്പോൾ ഞാൻ ഒന്നും അല്ലാതായി പോവോ അങ്ങനെയൊക്കെ പകച്ചു നിന്നിട്ടുണ്ട്. ആ ഒരാളാണ് ഇത്രയും ജേർണി കഴിഞ്ഞ് ഇവിടെ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് അത്രയും വലിയ സക്സസും അച്ചീവ്മെന്റ്സും ഒക്കെ കഴിഞ്ഞ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്താണ് മാമിന് തോന്നുന്നത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ? ഓരോ കാലഘട്ടം സന്തോഷം തന്നെയായിരുന്നു. ഇപ്പോൾ റിട്ടയർമെന്റ് കഴിഞ്ഞ് എനിക്കൊരു പെട്ടെന്നൊരു ലെവല് മാറി എന്നൊക്കെ പറയാം. സാധാരണഗതിയിൽ റിട്ടയർ ചെയ്യുമ്പോൾ സംഭവിക്കാറുള്ള അതല്ല ജീവിതത്തിൽ സംഭവിച്ചത്. റിട്ടയർമെന്റ് വരെയുള്ള കാലഘട്ടം കഴിഞ്ഞ് പെട്ടെന്നൊരു ലെവല് മാറി. പിന്നെ ഞാൻ ഓരോ സമയത്തും ഇപ്പം ഞാൻ ജോഷ് ടോക്കിൽ പറയുന്നുണ്ട്, ഞാനൊരു ഗ്രാമം, അന്ന് വില്ലേജ് ആയിരുന്നു, പൊന്നുരുന്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ അമ്മ അവിടെ ടീച്ചറായിരുന്നു. അപ്പോൾ ഒരു മലയാളം മീഡിയം സ്കൂളിൽ ഫസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ എവിടെയാണോ അവിടെ മികച്ചു നിൽക്കണമെന്നുള്ളൊരു താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ സ്കൂൾ ഫസ്റ്റൊക്കെ തൊട്ടടുത്ത സ്കൂളുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു SSLCക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു പകച്ചു പോകാൻ കാരണം നമ്മളവിടെ വലിയ
ഇതാണ് ലോകം എന്നുള്ള മട്ടിൽ കഴിഞ്ഞിട്ട് കോളേജിൽ വന്ന് ചേർന്നപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അന്ന് ഈ ഏർബനൈസേഷൻ ഒന്നും ഇല്ലാത്ത സമയമാണല്ലോ, ശരിക്കും വില്ലേജ് ഉണ്ട്. കുറച്ച് എറണാകുളം എന്നൊക്കെ പറഞ്ഞാൽ ടൗൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടേതൊക്കെ തീർത്തൊരു വില്ലേജാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആ കോളേജിൻ്റെ അവിടെ ചെന്ന് ഇങ്ങനെ കണ്ടപ്പോഴേ കുറേ ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ധരിച്ച്, നമ്മളൊരു ലോങ് സ്കേർട്ടും സാധാരണ ബ്ലൗസും ഇട്ട്. എൻ്റെ അപ്പച്ചൻ പ്രൊഫസറും അമ്മ ഹൈസ്കൂൾ ടീച്ചറൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വലിയ ഫാഷനൊന്നും ഇല്ലാതെ ഒരു സാധാരണ പോലെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഈ കോളേജിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് ഇവരുടെ ഒരു ഇംഗ്ലീഷും എല്ലാം കണ്ടപ്പോൾ നമുക്കാണെങ്കിൽ എവിടെ ചെന്നാലും മികച്ചു നിൽക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്നും നടക്കില്ലല്ലോ, നമുക്കൊരു സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് അപ്പോൾ ഉണ്ടായി. ഒന്നുമല്ലാതെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ടായി. പക്ഷെ ഉള്ളിൽ എപ്പോഴും ഒരു വാശിയുണ്ട് കേട്ടോ, എവിടെ ചെന്നാലും അവിടെ മികച്ചു നിൽക്കണം. പക്ഷെ നമ്മളായിരുന്ന ഇടത്ത് മികച്ചു നിൽക്കാൻ വളരെ സിമ്പിളായിരുന്നു, നമുക്കവിടെ വലിയ കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്നാലും ആ ഒരു ആഗ്രഹം. ക്ലാസ്സിലാണെങ്കിൽ SSLCക്ക് റാങ്ക് കിട്ടിയ കുട്ടികളൊക്കെയാണ് ക്ലാസ്സിൽ. അപ്പോൾ പഠനവും ഭയങ്കര, ആ ക്ലാസ്സിൽ ഫസ്റ്റ് ആകുക, ടോപ്പ് ലെവലിൽ വരിക, അതും ചലഞ്ചിങ് ആയി. അപ്പം അങ്ങനെ ഉള്ള ആ ഒരു, അതുകൊണ്ടാണ് ഞാൻ പകച്ചു പോയത് ആ ഒരു ട്രാൻസിഷൻ പീരിയഡ്. അപ്പോൾ ഒരു പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാമിന് വാശി കയറി, അങ്ങനെയാണ് പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ പറ്റി. ഞാനപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഞാൻ നേരത്തെ തന്നെ പ്രസംഗിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ അപ്പച്ചൻ അതിനകത്ത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലേ തുടങ്ങി ചെറിയ പ്രസംഗങ്ങളൊക്കെ എഴുതി തരും. അപ്പോൾ സെയിൻറ് ജോസഫ്സ് കോളേജിൽ ചേർന്നപ്പോഴും എനിക്കെപ്പോഴും മനസ്സിൽ ഇവിടെ ഒന്നാമതാകണം, മികച്ചു നിൽക്കണം, ഈ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ട് എനിക്ക്, എവിടെയാണോ അവിടെ മികച്ചു നിൽക്കണം. ചിലപ്പോൾ അതൊരു വലിയ ആളുകൾ കളിയാക്കും, എവിടെ വന്നാലും വലിയ ആളാവണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യാറുണ്ട് ആളുകൾ. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ അവസരങ്ങൾ നോക്കി നടക്കുമല്ലോ, അപ്പോഴാണ് ഒരു ടാലൻറ്റ് ഷോ ഫങ്ഷൻ എന്ന് വന്നു. പുതിയതായിട്ട് വരുന്ന കുട്ടികളുടെ ടാലൻസ് കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ഞാൻ അപ്പച്ചനോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചനൊരു പ്രസംഗമൊക്കെ എഴുതി തന്നു അന്ന് പറയാൻ. അതായിരുന്നു സെയിൻറ് ജോസഫ്സിലെ ഒരു ബ്രേക്ക് എന്നൊക്കെ പറയില്ലേ, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടത് ആ ഒരു പ്രസംഗത്തിലൂടെയാണ്. കാരണം അപ്പച്ചൻ വളരെ ഒരു ഫാൻറ്റസി പോലെയുള്ള ഒരു പ്രസംഗമായിരുന്നു. അതായത് ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് കോളേജിൽ വന്നിരിക്കുകയല്ലേ, അപ്പോൾ ആ പ്രസംഗത്തിൽ ഇങ്ങനെയായിരുന്നു, ഞാനൊന്ന് കണ്ണാടിയിൽ നോക്കി എൻ്റെ രൂപം ഒന്ന് കാണാൻ പോവുകയാണ്. ഓഡിയൻസിനോട് സംസാരിക്കുന്ന പോലെ, നിങ്ങളാണ് കണ്ണാടി, നിങ്ങൾ എൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു തരണമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു അമ്മാമ്മയുടെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രസംഗമാണ്. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയതും ആ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന കുറേ ആളുകൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എന്നെ പൊതിഞ്ഞു. എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ആണല്ലോ അതൊക്കെ. ഞാനൊരു പുതിയ സ്ഥലത്ത് വന്നിട്ട് ടീച്ചേഴ്സും എല്ലാവരും, ഇപ്പോൾ പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുന്ന ടീച്ചേഴ്സൊക്കെ എന്നെ കണ്ടിട്ട് ഓ യുവർ സ്പീച്ച് വാസ് മാർവലസ്, എവരിബഡി ലൈക്ഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോംപ്ലിമെന്റ്സും. സെന്റ് ജോസഫ്സ് കോളേജ് എനിക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. പിന്നെ ഞാൻ പഠിച്ച സ്കൂളും അന്ന് എല്ലാ സ്ഥലത്തും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് എക്സ്പോഷർ കുറവായിരുന്നു സ്കൂളിൽ. കോളേജിൽ വന്നപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര വളരെ വലിയൊരു കോൺഫിഡൻസ് തന്നത്. എവിടെയായാലും നമുക്ക് മികച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ അവിടെ മികച്ചു നിൽക്കുള്ളൂ, ഞാൻ അപ്പുറത്തേക്കൊന്നും പോവാറില്ല, നമ്മൾ ആയിരിക്കുന്ന ഇടത്ത്. ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പൽ ആയപ്പോഴും ആ കോളേജിൻ്റെ ഉള്ളിലെ ഏറ്റവും നല്ലൊരു പ്രിൻസിപ്പൽ ആവുക, അല്ലാണ്ട് അല്ലാതെ വേറെ തരത്തിൽ ഫെയിം കിട്ടി അങ്ങനെയില്ല കേട്ടോ. എവിടെയാണോ നമ്മൾ ചെയ്യാൻ, നമുക്ക് ചില നിയോഗങ്ങളുണ്ട് ലൈഫിൽ, അപ്പൊ അവിടെ അത് ആക്സെപ്റ്റ് ചെയ്ത് അവിടെ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. ടിഷ്യൂസ് ഓഫ് ലൈഫ് എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ടിഷ്യൂലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ ഒരു കമന്റ് ആവാം, എന്തും ആയിക്കട്ടെ. അതിൽ മാമിന് എന്താണ് പറയുന്നത്? നമ്മുടെ ടിഷ്യൂസ് ഓഫ് ലൈഫിന്റെ ഫസ്റ്റ് ചോദ്യമാണ്, അവഗണന ഉണ്ടാകുമ്പോഴും മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കണം. അതിൽ മാമിന് എന്താണ് പറയാനുള്ളത്? എന്ത് കമന്റ് ആണ് അതിന് പറയാനുള്ളത്? ഈ അവഗണനയെ കുറിച്ച് പറയുമ്പോഴേ ഒരു കാര്യം ഓർക്കണം, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ പരിഗണിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. നമുക്ക് പലപ്പോഴും പറ്റുന്നത് ഈ അവഗണിക്കുന്ന ആളുകളുടെ പിന്നാലെ പോവും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനെപ്പോഴും ആലോചിക്കുന്നത്, പരിഗണിക്കുന്ന ഒരുപാട് ആളുകളില്ലേ. ഞാനിപ്പോ
ഇപ്പം എൻ്റെ ഒരു സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ ക്ലോസിങ് സ്റ്റേജ് ഓഫ് ലൈഫ് സ്പാൻ എന്നൊക്കെ പറയാം. ജീവിതഘട്ടങ്ങൾ പലതും കഴിഞ്ഞു. ഐ എം എ വെരി സീനിയർ സിറ്റിസൺ. പിന്നെ ഞാൻ തമാശയ്ക്ക് പറയും, ഗോദ്രേജ് സോപ്പും അല്ല സോറി ഗോദ്രേജ് ഡൈയും സന്തൂർ സോപ്പും ഉള്ളത് കൊണ്ട് നമുക്കൊരു അപ്പിയറൻസ് ഒക്കെ ശരിയാക്കാം. ശരിക്കും ഞാൻ വളരെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ ടോട്ടലി അവോയ്ഡ് ചെയ്യും. എനിക്ക് സന്തോഷം തരാത്ത ഒരു ഗ്രൂപ്പിലൊന്നും ഞാനങ്ങനെ പോവാറില്ല. കാരണം ഒരുപാട് ചോയ്സ് ഇല്ലേ നമുക്ക്. നമ്മളെ പരിഗണിക്കുന്ന, നമ്മളെ ബഹുമാനിക്കുന്ന ആളുകളുടെ കൂടെ ആയിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആവും. അല്ലാതെ നമ്മളെ അവഗണിക്കുന്ന, അതുകൊണ്ട് അവഗണന ഒരു പ്രശ്നമല്ല. ലോകത്ത് ഒരുപാട് ആളുകളുള്ളിടത്തോളം കാലം നമ്മൾ ആളുകളെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ അവഗണിക്കുന്ന ആളുകളുടെ പിന്നാലെ പോയി സമയം കളയരുത്. ആൾക്കാർക്ക് ഇങ്ങനെ അവഗണിക്കുന്നവരോട് ഒരു പ്രത്യേക ഇഷ്ടം. അവരെന്തിനായിരിക്കും അതാലോചിച്ച് നടക്കും. പരിഗണിക്കുന്ന കുറെ പേര് ഇപ്പുറത്തിരിപ്പുണ്ട്, പക്ഷെ അവരെ മൈൻഡ് ചെയ്യില്ല. അതെന്താണെന്ന് എനിക്കും പലതവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ആരും ചിന്തിച്ചില്ലെങ്കിൽ കുറെയൊക്കെ പ്രശ്നങ്ങൾ അതങ്ങനെയാണ്. ആളുകൾ അങ്ങനെയാണ്. എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടില്ലല്ലോ. നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടാന്ന് പറയാൻ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ചാനൽ തന്നെ, എന്റെ ചാനൽ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും. കുറെ പേര് ഇഷ്ടപ്പെടുന്നു, കുറെ പേര് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാത്തവരെ കുറിച്ച് ആലോചിച്ച് എന്താ അവർക്ക് ഇഷ്ടപ്പെടാത്തത്, വല്ല കാര്യമുണ്ടോ? ഇഷ്ടപ്പെടുന്നവരെ കുറിച്ച് ആലോചിച്ച് അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നല്ലേ ഞാൻ നോക്കേണ്ടത്. അങ്ങനെ അതൊരു തോട്ട് പ്രോസസ്സാണ് നമ്മുടെ. ചിലര് ആ ശരിയായ രീതിയിൽ അതിനെ ചിന്തിക്കാൻ ഉള്ള ആ രീതി ഇല്ലാത്തത് കൊണ്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഒരാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാന്ന് വിചാരിച്ചോ, അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന്, നമ്മുടെ സമ്മതമില്ലാതെ ആർക്കും നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല. എന്നെ ഒരാൾ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്താലേ പ്രശ്നമുള്ളൂ. അയാള് ചീത്ത പറഞ്ഞു പോയി, എനിക്കെന്താ. പക്ഷേ എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് നമ്മളെ ഇഷ്ടമില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പുറത്തില്ലേ, അപ്പുറത്തുണ്ട്. പക്ഷെ എല്ലാരും ചിന്തിക്കുന്നത് ആ ഇഷ്ടം നേടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് കൂടുതൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് കാര്യം പിന്നെ ഭർത്താവിന്റെ ഇഷ്ടം സമ്പാദിക്കുക, അങ്ങനെയുള്ള കുറച്ചു പേരുടെ കാര്യത്തിൽ റെലവന്റ് ആയിരിക്കാം. പക്ഷെ ഇത് അതുമല്ല, വേറെ പുറമേയുള്ള ആളുകളുടെ ഇഷ്ടം സമ്പാദിക്കാൻ നടക്കണം. എന്താണ് അവർക്ക് എത്ര പേര് പരാതി പറയാറുണ്ട്, എന്നെ അവര് ഇഷ്ടമില്ല, എന്നോട് ആർക്കും ഇഷ്ടമല്ല, കൂട്ടുകാർക്ക് ഇഷ്ടമല്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരില്ലേ, അവരുടെ അടുത്ത് പോകും. ലൈഫിലെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാന്നുള്ളത് പലപ്പോഴും വളരെ സിമ്പിൾ ആണ്. നമ്മളിതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും. പക്ഷെ ചിലരുണ്ടല്ലോ, ചിലരുടെ അടുത്ത് ഭയങ്കര അഡിക്റ്റ് ആയി പോകും. ലൈക്ക് എനിക്കറിയാം, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ വർക്കിംഗ് ആണ്, പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചിട്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ചിലരുടെ അടുത്ത് ഭയങ്കര അഡിക്റ്റ് ആയി പോകും. അപ്പൊ ഞാൻ ഇത് ചോദിക്കാൻ കാരണം, ഇത് കാണുന്നവർക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ. മാമിന് അറിയായിരിക്കുമല്ലോ, കുറെ പേര് അഡിക്റ്റ് ആയി പോകും. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് വിട്ടുമാറാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാം എന്താ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അവരുടെ ജീവിതം വേസ്റ്റ് ആകും. ആണ് ഇതിന്റെ പിന്നാലെ നടന്ന് എന്തിനാ വെറുതെ കൊണ്ടുപോയി നടന്നിട്ട്. അത് ആ ഒരു ഫീലിംഗിൽ നിന്ന് മാറാനേ ഫിസിക്കൽ പ്രോക്സിമിറ്റി, അവരോട് അടുപ്പുണ്ടാക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കേണ്ടി വരും. അതിനാണ് നമ്മുടെ മൈൻഡ്, മനസ്സ്, ആ ഒരു പവർ. അത് നമ്മളെ തന്നെ ചലഞ്ച് ചെയ്ത് നമ്മളെ മനസ്സിലാക്കണം. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ, വലിയൊരു കഴിവല്ലേ അത്. അപ്പൊ ഇങ്ങനെ ചോയ്സ് നമുക്കുണ്ടല്ലോ, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചോയ്സ് ഉണ്ട് നമുക്ക്, അത് വേണോ ഇത് വേണോ. അപ്പൊ നമ്മള് ഇതിന്റെ പിന്നാലെ നടന്ന് അങ്ങനെ കുറെ സ്നേഹം കിട്ടിയിട്ടും എന്താ കാര്യം? യാചിച്ച് മേടിക്കേണ്ടതൊന്നും അല്ലല്ലോ സ്നേഹം നമുക്ക് മനസ്സിൽ തോന്നി, അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നി ഉണ്ടാകേണ്ട ഒരു കാര്യമല്ലേ പരസ്പരമുള്ള റിലേഷൻഷിപ്പ്, സ്നേഹം. അതിനല്ലേ ഒരു ഭംഗിയുള്ളൂ. അല്ലാതെ പുറകെ നടന്ന് പിടിച്ചു വാങ്ങിച്ച അതിലെന്താ? പിന്നെ ചിലർക്ക് അതാണെങ്കിൽ കഷ്ടം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ എന്റെ ലൈക്ക് നമ്മൾ കാണുമ്പോഴാണെങ്കിലും നേരെ സെയിം ഓഫീസിലായിരിക്കും, സെയിം കോളേജിലായിരിക്കും, ഇവരെ തന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ അവർക്കത് മാറാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതാണ് നമുക്കിപ്പോ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ ടൈം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, മൂഡ് സ്വിങ്സ് മാറ്റിയെടുക്കാൻ പഠിക്കണം അല്ലേ? മൂഡ് സ്വിങ്സ് അതൊക്കെ മാം വീഡിയോ ചെയ്തിട്ടുണ്ട്. മൂഡ് സ്വിങ്സ് മാറ്റിയെടുക്കാൻ എങ്ങനെ? കാരണം എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആളാണ്. ഞാൻ ഇപ്പൊ ചിരിച്ചിരിക്കണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരാളാണ്. അപ്പൊ ഈ മൂഡ് സ്വിങ്സ് അത്
ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അത് ഇപ്പോഴത്തെ ജനറേഷനിൽ മാത്രമല്ല എല്ലാവരും തന്നെ നേരിടുന്ന ഒരു കാര്യമാണ് ഈ മൂഡ് സ്വിങ്സ്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റൊരാളുടെ ലൈഫിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ മൂഡ് സ്വിങ്സ് കാരണം അല്ലേ? യെസ്, ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു ദിവസേ ഞാനും എൻ്റെ ഒരു കൊളീഗും കൂടി ഇങ്ങനെ നടന്നു പോവാം. ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൂട്ടുകാരികളാണ്. കുറച്ച് ചെന്നപ്പോഴേ അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ മുട്ടുമല്ലോ. ഒരു ലേഡി തന്നെയാണ് കേട്ടോ മുട്ടി. നമ്മൾ ഈ പുരുഷന്മാർ വന്ന് മുട്ടിയപ്പോഴും സംഭവിച്ചതൊന്നുമല്ല. അപ്പൊ ഞാനിങ്ങനെ ഇവരെ മുട്ടി. അപ്പോൾ അവരെന്നെ പെട്ടെന്ന് കുറച്ച് ചൂടായിട്ടോ. അത്രയും നേരം നമ്മൾ സന്തോഷിച്ച് നടക്കുക. ഇതെന്താണ് കുറെ നേരമല്ല എന്നെ തട്ടയും മുട്ടയും ചെയ്യണം, കുറച്ചങ്ങോട്ട് നീങ്ങി നടന്നേ. ഞാൻ വളരെ ഷോക്ക്ഡായി പോയിട്ടോ. ഈ ഇങ്ങനൊരു പ്രതികരണം മറ്റേയാളിൽ ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നമില്ലേ. ഞാനിപ്പോഴും മറന്നിട്ടില്ല. ആളും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. പെട്ടെന്ന് ഷോക്ക്ഡായ. പിന്നെ നമ്മൾ വളരെ കെയർഫുള്ളാണ്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകാന്ന് വെച്ചാൽ ഞാനില്ലാട്ടോ. നമ്മൾ പിന്നെ അത് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇന്ന് ആളുകൾ അകന്നു നിൽക്കും. പ്രത്യേകിച്ചും അഡ്മിനിസ്ട്രേഷനിലൊക്കെ വന്നു കഴിയുമ്പോൾ അത് നമ്മൾ വളരെയധികം ഓർക്കണം. അത് നമ്മുടെ മനസ്സിലെ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മൂഡിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഞാൻ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നല്ലോ. അതന്നെ ഈ മൂഡ് സ്വിങ്സ് ഉള്ള ആളുകൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ത് സംഭവിക്കാം. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രിൻസിപ്പലിൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ കുറേ പിള്ളേർ തള്ളി തുറന്നിങ്ങോട്ട് കയറി വന്ന് എന്നോട് ചോദിച്ചു, മാഡം ഇങ്ങനെ കുത്തിയിരുന്നാൽ മതി, ഇവിടെ എന്തൊക്കെ നടക്കണേന്ന് അറിയാമോ? അപ്പം നമ്മുടെ മൂഡ് സ്വിങ് ഒക്കെ വരുമല്ലോ. പെട്ടെന്ന് നമ്മൾ പ്രൊവോക്ഡായി ദേഷ്യമൊക്കെ വരുമല്ലോ. ഞാൻ പ്രിൻസിപ്പൽ എന്നോട് ഇങ്ങനെ ഇവർ സംസാരിക്കാമോ? പക്ഷേ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് നേരത്തെ അവെയർ ആയതുകൊണ്ടും മൂഡ് സ്വിങ്സിൻ്റെ ആവശ്യമില്ല അങ്ങനെ അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടും ഞാൻ പെട്ടെന്ന് പ്രകോപനം ഉണ്ടായെങ്കിലും ഞാൻ പെട്ടെന്ന് മാറി, ഇരിക്കൂ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ അതിൽ നേതാവ് എന്ന് തോന്നിക്കുന്ന ആൾ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഇരുത്താനൊന്നും നോക്കണ്ട. അപ്പോഴും നമ്മൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. അതാണ് ഈ മൂഡ് സ്വിങ്. പെട്ടെന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇരിക്കൂ ഇരുന്ന് സംസാരിക്കാം. അപ്പം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ മൂഡ് മാറി. ഇരുന്ന് സമാധാനമായിട്ട് ദേ ഫീൽ റെസ്പെക്റ്റഡ്. വളരെ സമാധാനമായിട്ട് സംസാരിച്ച് സൊല്യൂഷനും ഉണ്ടാക്കി പോയി. ഇത്രേ കാര്യമുള്ളൂ. അപ്പോഴാണ് ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞ കേട്ടോ. ഞാനിതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് ഈ മൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്കൊരു സിറ്റുവേഷൻ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ആ മൂഡ് മാറ്റി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഈ രാവിലെ വീട്ടില് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അമ്മമാര് നമ്മളോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ അമ്മ വീട്ടിലെ ചില കാര്യങ്ങൾ കാരണം മക്കളോടും ഭർത്താവിനോടും ഒക്കെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നു. അമ്മ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ്. അമ്മ അയാളോട് ദേഷ്യപ്പെടില്ലല്ലോ. ദാറ്റ് ഈസ് പോസിബിൾ അല്ലേ? അപ്പൊ അയാള് പറ്റും. അവെയർ ആകണം. കുറച്ച് പ്രാക്ടീസ് കൊണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അത് വളരെ നല്ലതാണ്. ഒരാളോട് നമുക്കുള്ള ഇഷ്ടം അയാളോടുള്ള അഡിക്ഷൻ ആയി മാറുകയും അയാൾക്ക് അതേ ഇഷ്ടം നമ്മളോട് ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ എന്തായിരിക്കും? അത് സാധാരണ പ്രണയത്തിൽ സംഭവിക്കുന്നതാണല്ലേ. പ്രണയത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് തലച്ചോറിലെ ഹാപ്പി ഹോർമോണുകളുണ്ട്. അതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഹോർമോണാണ് ഡോപ്പമൈൻ. ഇത് ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. വേറെ ഹോർമോണുകളുണ്ട്. ഈ പ്രണയത്തിൽ മിക്കവാറും ആക്ടിവേറ്റഡ് ആകുന്ന ഹോർമോൺ ഡോപ്പമൈൻ ആണെന്ന് പറയണത്. ഡോപ്പമൈന് വേറൊരു പ്രത്യേകതയുണ്ട്, അത് അഡിക്ഷൻ ഉണ്ടാക്കും നമ്മളിൽ. അതുകൊണ്ടാണ് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നി, നേരത്തെ പറഞ്ഞില്ലേ, ചില ആളുകളോട് ഒരു അഡിക്ഷനായിട്ട് മാറുന്നത്. നമുക്ക് ആ ഇഷ്ടത്തിലൂടെ ഈ ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആവും. അത് പതുക്കെ അഡിക്ഷനായിട്ട് മാറും. പിന്നെ അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരാളോട് പ്രണയം തോന്നി അഡിക്ഷനായി, പക്ഷെ അയാൾക്ക് നമ്മളെ വേണ്ടെങ്കിൽ അത് പല ദുരന്തങ്ങളിൽ നിന്ന് കലാശിക്കാറുണ്ട്. കാരണം ഈ അഡിക്ഷൻ ലെവലിൽ ഇങ്ങനെ നിൽക്കല്ലേ. പ്രത്യേകിച്ച് രണ്ടുപേരും തമ്മിൽ പ്രണയമാണെങ്കിൽ രണ്ടുപേരുടെയും ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവും മറ്റേയാൾ ആള് ശരിയല്ല. അപ്പോൾ അയാളോടുള്ള താല്പര്യം കുറയുന്നു, ഇഷ്ടം കുറയുന്നു. അപ്പോൾ ഡോപ്പമൈൻ ഇല്ലാതാവും ഒരാളുടെ കേസിൽ. മറ്റേയാൾ പക്ഷെ ഇപ്പോഴും ആ ലെവലിൽ നിൽക്കുകയാണ്. നമ്മൾ അയാളോട് ചെന്ന് പറയാണ്, ഈ റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അയാൾ കത്തിയെടുത്ത് കുത്തിപ്പോവും. എന്താന്ന് വെച്ചാൽ ഈ ഡോപ്പമൈൻ ഇങ്ങനെ ഈ ലെവലിൽ നിൽക്കല്ലേ, അയാൾക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അത് സാധാരണഗതിയിൽ മനുഷ്യൻ്റെ കേസിൽ സംഭവിക്കുന്നതാണ്. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നി അഡിക്ഷൻ ലെവലിൽ നിൽക്കുമ്പോൾ മറ്റേയാൾ നിന്നോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആവും. ഇനി
അത് വൺ വേ ആണെങ്കിൽ അത്രയും കുഴപ്പമില്ല. മറ്റേയാളും കൂടി ഈ ലെവലിൽ നിന്നിട്ട് അയാൾ മാറുമ്പോൾ അത് പ്രതികാരത്തിലേക്ക് കടക്കും. ഞാനതുകൊണ്ട് ടീനേജ് കുട്ടികളോട് ഈ ഒരു സംഭവം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടാവും, അപ്പോൾ മാറുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി മാറണമെങ്കിൽ തന്നെ ഒറ്റയടിക്ക് എന്ന് പറയരുത്, പതുക്കെ 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 അവിടെ ലെവല് മാറ്റി മാറ്റി കൊണ്ടുവരണമെന്ന്. അപ്പൊ നമ്മള് ശരിക്ക് ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിന്റെ പിന്നാലെ ഒന്നും പോവില്ല. അയാൾക്ക് എനിക്കിപ്പുറത്ത് കുറെ ആളുകളുണ്ട് അല്ലേ, ഒരാളോട് എപ്പോഴും ചോയ്സസ് ഒരുപാടുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഭാഗ്യം. അതെ, ഒന്നില്ലെങ്കിൽ നിനക്ക് വേറെ ഉണ്ട്. ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് വേറൊരു ജോലിയുണ്ട്. ആ ചോയ്സ് ഇല്ലേ, അത് നമ്മളെപ്പോഴും അത് നമ്മുടെ ഒരു ഫ്രീഡമാണ്. നമുക്ക് ഇഷ്ടമുള്ളവരെ ചൂസ് ചെയ്യാം. ഒരുപാട് ഒന്നിനും ക്ഷാമമില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ചുറ്റും. അതെ, മാമിന് ഇങ്ങനത്തെ കോൾസ് ഒക്കെ വരാറുണ്ടോ? ഇങ്ങനെ പ്രണയം എന്റെ നഷ്ടമായി, ഞാൻ എന്ത് ചെയ്യും മാം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാമിന് അറിയായിരിക്കല്ലോ, ബ്രേക്കപ്സ് ഒക്കെ ചില ഡിപ്രഷൻ വരെ എത്തിക്കാം. ഇതുപോലത്തെ ടോക്സിക് റിലേഷൻഷിപ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ മാം എന്താ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറ്? ഈ ഞാനിങ്ങനെ ഭയങ്കര പ്രണയിച്ച് വിഷമിച്ചൊക്കെ വരുമ്പോ ഞാനിതാണ് പറഞ്ഞു കൊടുക്കാറ്. ഇപ്പൊ പറഞ്ഞത് തന്നെ, നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട് ഈ ലോകത്ത്. ഇയാളല്ല, നമുക്ക് ഇതിനേക്കാൾ നല്ല ഒരാള് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. നമ്മൾ പലപ്പോഴും ഇതിലേക്ക് ചുരുങ്ങി നിൽക്കല്ലേ. ഇപ്പോ വൈഡർ വേൾഡ് ഉണ്ട് ഇവിടെ. അയാള് പോയി, ഓക്കെ. ഒന്നാമത്തത്, നമ്മളോട് താല്പര്യമില്ലാത്ത ഒരാളെ നമ്മൾ വിട്ടുകളയുന്നതാണ് ബുദ്ധി. എപ്പോഴും നല്ലത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ലേ നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഇത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാവും അല്ലേ? പിന്നെ നമ്മൾ ഇഷ്ടപ്പെടും, അതാണ് ബുദ്ധി. അല്ലാതെ നമുക്ക് നമ്മളെ താല്പര്യമില്ലാത്ത ആളുകളുടെ പുറകെ നടക്കുന്നതിനേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള്, അയാളോട് നമുക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതാണ് അവിടെ അത് സക്സസ്ഫുൾ റിലേഷൻഷിപ്പായിട്ട് മാറുന്നത്. വാശിയോടുകൂടി പുറകെ നടന്ന് ഇഷ്ടം സമ്പാദിച്ച് നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആയി പോകും. നമ്മുടെ പ്രൊഡക്റ്റീവ് ടൈം അല്ലേ, എന്ത് കാര്യമായിരിക്കണം. അതെ, ചിലർക്ക് അങ്ങനെയാണ്, ഒരു വാശിയാണ്, എന്നെ ഇഷ്ടമല്ലെങ്കിൽ ആർക്കും വേണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കരമായി ജീവിതം അവസാനിപ്പിക്കുന്നവർ വരെ രണ്ടുപേരുടെയും ജീവിതം നശിപ്പിക്കുന്നവർ. പ്രതികാരം, നിന്നെ നീ എന്നാ ജീവിക്കണ്ട, എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും വേണ്ട, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതാണ് പ്രശ്നം. അപ്പൊ ചിന്തയല്ലേ പ്രശ്നം, ശരിക്കും ചിന്തയാണ്. അപ്പൊ നമ്മുടെ ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ല നമുക്ക് പലപ്പോഴും. നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങി കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പല കാര്യങ്ങളോടും ഉണ്ടാകേണ്ട സമീപനം, ആ ഒരു തോട്ട് പ്രോസസ്സ് അവരിൽ ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ ഒരു ഫെയിലിയർ വന്നു, ആ ഫെയിലിയർ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് കാര്യം നീ ചെയ്യുമ്പോഴും രണ്ട് ചാൻസ് ഉണ്ട്, സക്സസ് ഓർ ഫെയിലിയർ. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് രണ്ടും ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഈ ഫെയിലിയർ ഫേസ് ചെയ്യുമെങ്കിൽ മാത്രം അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ചെയ്യരുത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കോൺസെപ്റ്റ്സ് ചെറുപ്പത്തിലേ കൊടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ചല്ലേ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ പോലും നീ ഒന്നാമതാവണം, നീ ജയിക്കണം, നീ ഒരു മത്സരത്തിന് പോകുമ്പോൾ ഇങ്ങനെ ജയിക്കാം തോൽക്കാം എല്ലാം അതിൻ്റെ ഭാഗമാണ്. നീ ഒരു മത്സരത്തിന് പോകുന്നുണ്ടെങ്കിൽ ഇത് രണ്ടിലേതെങ്കിലും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം പോകാൻ. അങ്ങനെയൊക്കെ ആ മനസ്സിലെ തോട്ട് പ്രോസസ്സ്. എൻ്റെ മോളോട് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ളത് എനിക്ക് അവളുടെ മകളെ വളർത്തുന്നതാണ് കേട്ടോ. ആ ഒരു കറക്റ്റ് തോട്ട് പ്രോസസ്സ് അവളിൽ ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കാറുണ്ടെന്നാ, എനിക്ക് എല്ലാവരോടും നല്ല കൈൻഡായിട്ട് എല്ലാവരെയും കെയർ കൊടുത്ത് പെരുമാറാൻ എനിക്ക് പറ്റണേ, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റണേ. ഞാൻ അന്തം വിടും. നമ്മള് വേറെ തരത്തിലല്ലേ പ്രാർത്ഥിക്കാറ്, എന്റെ കുട്ടി എല്ലാത്തിലും മികച്ചു നിൽക്കണം, എന്നെ രക്ഷിക്കണം. എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. എത്ര നല്ല ഓറിയന്റേഷനാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് പോകില്ലേ, ഓപ്പൺ ഹൗസിനൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് പറയാറുണ്ട്, ഷീ ഈസ് വെരി ഹെൽപ്ഫുൾ, എല്ലാവരെയും കെയർ ചെയ്യും, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു തോട്ട്സ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞുനാളിലെ ആ ഒരു രീതിയിലുള്ള ചിന്ത, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാനും നെഗറ്റീവായിട്ടുള്ളത് എന്തും രണ്ടും ഉണ്ട്. അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് സന്തോഷിക്കാൻ, ബ്ലെസ്സിങ്സിനെ കുറിച്ച് ചിന്തിക്കാൻ, ഇതെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. ബി കൈൻഡ് അല്ലേ? ബി കൈൻഡ്. ഞാൻ പക്ഷേ അങ്ങനെ ആയിരുന്ന അമ്മ ആണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മോള് ഫസ്റ്റ് ആകണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവളിങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നെ അത് ഒരുപാട് ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ആലോചിക്കൂലേ, മനുഷ്യ
നമുക്ക് റീവൈൻഡ് ബട്ടൺ ഒന്നുമില്ല. എന്നാലും നമ്മൾ വിചാരിക്കില്ല എനിക്ക് ഒരു ചാൻസും കൂടി ഇങ്ങനെ ഒന്ന് back ലേക്ക് കിട്ടിയിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ ഇതൊന്ന് മാറ്റി ഇത് എടുക്കാമായിരുന്നു അല്ലേ? അങ്ങനെ എല്ലാവരും ചെയ്യാമായിരുന്നു എന്ന് ചെയ്യാമായിരുന്നു. ഒരുപാട് ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണത്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും ലൈഫിൽ അല്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അതൊന്ന് മാറ്റും. മാമിന് അങ്ങനെ ലൈഫിലുണ്ടോ ഒന്ന് തിരിച്ചു പോയായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യാമായിരുന്നു അങ്ങനെ തോന്നി? എന്റെ പാരന്റിങ് ഒന്ന് ശരിയായിട്ട് ചെയ്യണമായിരുന്നു. ബട്ട് സ്റ്റിൽ അവരിപ്പോ നല്ല രീതിയിൽ കുഴപ്പമില്ല. പക്ഷെ കുറച്ചും കൂടി ഒരു പാരന്റിങ്ങിൽ വന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. ഇതുപോലെ ചില കാര്യങ്ങളിൽ പിടിവാശിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, കുറച്ചും കൂടി ഇതായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. അതെ, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. അതാണല്ലോ പാരന്റ്സിനോട് ഇപ്പൊ ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഞാനൊരു കോട്ട് വായിച്ചിട്ടുണ്ട്, ബി കൈൻഡ്. നമ്മളുടെ മുമ്പിലിരിക്കുന്ന ആളുടെ സിറ്റുവേഷൻ എന്താന്ന് നമുക്കറിയില്ല, സോ ബി കൈൻഡ്. അതാണ് എപ്പോഴും നല്ലതെന്ന്. ഞാനത് എപ്പോഴും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എപ്പോഴും നടക്കണമെന്നില്ല, ബട്ട് സ്റ്റിൽ എന്റെ മൈൻഡിൽ എപ്പോഴും ഉള്ളതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ എല്ലാവരും സെൽഫ് സെന്റേർഡ് ആയിട്ടേ ഇതൊക്കെ ഒരുപാട് ആവശ്യമുള്ളൊരു കാലഘട്ടമാണ്. ആ രീതിയിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെയായി മാറും. ആരും ആരെയും കെയർ ചെയ്യാതെ ഇപ്പൊ തന്നെ കണ്ടിട്ടില്ലേ, വ്യാജ വാർത്തകൾ വരുന്നു, ഒരാൾക്ക് പാര വെക്കുന്നു, എന്തെല്ലാമാണ് നടക്കുന്നത്. അതാ ഒരു കരുതലും ഇതില്ലാത്തത് കൊണ്ടല്ലേ. അതാണ് ട്രസ്റ്റ് ഇഷ്യൂസ് കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോ അതെ, നമുക്ക് ആരും അറിയില്ല. വാർത്ത നോക്കിയ ഏത് വാർത്ത നമ്മൾ വിശ്വസിക്കും? ഒന്ന് പറഞ്ഞാൽ വേറൊരാള് വേറൊന്നുമായിട്ട് വരും. സത്യം. അതാണ് പ്രശ്നം. ട്രസ്റ്റ് എന്ന് പറയുന്നത് പോയതാ, കിട്ടാനും പാടാണല്ലേ. ഓക്കെ, സോ അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധങ്ങളെ തകർക്കുമ്പോൾ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം അല്ലേ? ബന്ധങ്ങൾ നമ്മൾ ഗ്രോ ചെയ്യണമെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം. അപ്പൊ നമ്മളെപ്പോഴും അതിനെ കാണേണ്ടത്, ഒരു അഭിപ്രായ വ്യത്യാസം ഒരാൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ കാണണം അല്ലേ? എല്ലാവരും ഒരേ അഭിപ്രായമാണെങ്കിൽ, സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നു, അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ ആയിരുന്നാനെ. പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയി ഇവിടെ എത്തി നിൽക്കുന്നത്. പല തരത്തിൽ ആളുകൾ ചിന്തിച്ചതുകൊണ്ടല്ലേ. ഒരേ തരത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും അഭിപ്രായ വ്യത്യാസം ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ നമ്മൾ കൂടുതൽ ബഹുമാനിക്കണം. അയാള് കോൺട്രിബ്യൂട്ട് ചെയ്യണം. വേറൊരു അഭിപ്രായം പറയുമ്പോൾ ഹീസ് കോൺട്രിബ്യൂട്ടിങ് മോർ. അല്ലാതെ ചില ആളുകളുണ്ടല്ലോ, ആരെന്ത് പറഞ്ഞാലും ഒരു അഭിപ്രായവും ഇല്ല, എല്ലാത്തിനും എഗ്രീയിങ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അവരാരെയും ഡിസ്പ്ലീസ് ചെയ്യാതെ, ഞാൻ തമാശക്ക് പറയും, ആരെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അവരും വേണമെന്ന് പറയും, ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാൽ അവരും വേണ്ടാന്ന് പറയും. സംശയമുള്ള കേസിൽ വേണ്ടണം എന്ന് വരെ പറയുന്ന ആളുകൾ, ഇവർ ശരിക്കും ഇവരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല സത്യത്തില്. അഭിപ്രായം. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടം വളരെ പ്രശ്നമാണ് കേട്ടോ. അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ അപ്പൊ തന്നെ പുറത്താക്കും. ഒരു ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും ഒരു എതിരഭിപ്രായം പറഞ്ഞാൽ, ഞാനും പല സ്ഥലത്തും പല ഇതിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു എതിരഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടാകും, എങ്കിൽ പോലും നമ്മൾ ഔട്ടാവും. എന്നെയൊക്കെ മീറ്റിംഗ് കൂടി പുറത്താക്കിയിട്ടുണ്ട്. കാരണം ഒരു കാര്യം ശരിയല്ല അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. പക്ഷെ അത് വേറെ തരത്തിലേക്കായിരിക്കും അവർ ചെയ്യണത്. ഡയറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മളവർക്ക് വേണ്ട. പിന്നെ അപ്പോൾ എന്താ വേണ്ടാത്തത് കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം. ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് അല്ലേ? ചിലർ എന്താ എന്നെ പുറത്താക്കിയത്, അതൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവും അവരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമ്മളിങ്ങ് പോന്നു. അത് ആളുകളുടെ ഒരു ട്രെൻഡാണ് ഇപ്പോ. ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുക, കുറച്ച് പേര്. ഒന്നും വേണ്ട, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേരെ ഒരു അഭിപ്രായം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്റെ പിന്നാലെ പോകും. കുറച്ച് കഴിയുമ്പോ പിന്നെ ഇപ്പുറത്തോട്ട് കുറച്ച് കഴിയുമ്പോ ചിലർ ഒരു സ്റ്റാൻഡ് ഇല്ല അല്ലേ? എക്സാക്ട്ലി. ഇപ്പൊ പറയുന്നില്ലേ, ഇപ്പൊ ഒരാള് വലിയൊരു പ്രശസ്തനായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ ഒരു മലയാളികളല്ലേ കുറച്ച് കഴിയുമ്പോ താത്തിക്കോളും. അങ്ങനത്തെ ഒരു ഇത് ശരിക്കും ഉണ്ട്. അത് അങ്ങനെയാണ്, അത് കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോ പേടിയാണ്. ചിലപ്പോ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവര് പുറത്താക്കുക. അപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല, കാരണം ലോകം വിശാലമാണ്. നമ്മൾ പറഞ്ഞു നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായാൽ മതി.